ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സാധാരണ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ പക്ഷേ ആ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതായത് മോണിറ്റൈസേഷൻ ആയവർക്ക്, അതല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആവാത്തവർക്ക്, അതുപോലെ ന്യൂ യൂട്യൂബേഴ്സിന്, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിൽവർ പ്ലേ ബട്ടണൊക്കെ കുറിച്ച് പറയുമ്പോൾ അത് 1 lakh സബ്സ്ക്രൈബ് ആയവർക്ക്. അപ്പം ആ രീതിയിലൊക്കെ ഇങ്ങനെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വീഡിയോയുടെ വിഷയം കിടക്കുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഏത് ചെറിയ യൂട്യൂബർ ആണെങ്കിലും വലിയ യൂട്യൂബർ ആണെങ്കിലും എല്ലാവരും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. പൊതുവെ ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും, അവരുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചാനൽ ആ ഒരു ഗ്രോത്തിങ് സ്റ്റേജിൽ നല്ല വ്യൂസ് വന്നിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരിക്കും. പക്ഷേ അതിനേക്കാൾ നന്നായിട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരിക്കും, അതിന് വ്യൂസ് വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല സബ്സ്ക്രൈബ് കൗണ്ട് ഉണ്ടായിരിക്കും. നമ്മൾ ആ ഒരു ചാനൽ നമ്മളൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അതിൽ മോസ്റ്റ് പോപ്പുലർ എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും അവരുടെ യൂട്യൂബ് ചാനലിൽ പേജ് എടുത്തു കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു മോസ്റ്റ് പോപ്പുലർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരിക്കും. ചെറിയ ചാനലായാലും വലിയ ചാനലായാലും ഇതുവരെ അവർക്ക് ലഭിച്ച വ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിൽ മോസ്റ്റ് പോപ്പുലർ വീഡിയോ കാണാം. അങ്ങനെ നമുക്കൊരു വ്യൂസ് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ അതിന് ശേഷം അതിലും ബെറ്ററായിട്ട് നമ്മൾ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന് വ്യൂസ് വളരെ കുറവായിരിക്കും. എന്നാൽ അതിനേക്കാൾ നല്ല സബ്സ്ക്രൈബ് കൗണ്ട് ഉള്ള സമയത്തായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ വ്യൂസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പരാതി പറയുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ചാനൽ റീച്ചായി അല്ലെങ്കിൽ നല്ല അത്യാവശ്യം സബ്സ്ക്രൈബ് കൗണ്ടായി, ഇപ്പം നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ടും വ്യൂസ് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഏത് ടൈപ്പ് കണ്ടൻറ്റാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ, അതായത് എന്ത് ചെയ്തിട്ടും ഇപ്പോൾ റീച്ച് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ടൊരു ചാനൽ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്ന ചാനൽ നല്ല റീച്ചുള്ള, അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഞാൻ എടുക്കുന്നത്. കാരണം അങ്ങനെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കാര്യം മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് ലക്ഷ്മി നക്ഷത്രയുടെ ചാനലാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, സെലിബ്രിറ്റിയാണ്, ഫ്ലവേഴ്സ് കോമഡി ഷോയിലെ ആങ്കർ. ആ ഒരു ചാനലാണ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. ഇവിടെ ഇവരുടെ ചാനൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവർ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം സുധിയെ കുറിച്ചിട്ടുള്ള, ആക്സിഡൻറ്റിൽ മരണപ്പെട്ട ആ ഒരു കൊല്ലം സുധിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇവർ ഒരുപാട് വീഡിയോ അവരെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇതിൽ പലരും നെഗറ്റീവായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് കമൻറ്റുകളും മറ്റു ട്രോളുകളിലൊക്കെ വരുന്നുണ്ട് നെഗറ്റീവായിട്ട്. അത് നിങ്ങൾക്കറിയാം. പക്ഷെ നമ്മളിവിടെ പറയുന്നത് അതിൻ്റെ ഒരു നെഗറ്റീവ്, അവർ ചെയ്തത് ശരി തെറ്റ്, ആ രീതിയിലുള്ള ചർച്ചയല്ല. നമ്മളൊരു ചാനൽ ഒരു എക്സാമ്പിളാക്കി എടുക്കുമ്പോൾ ഒരു ക്രിയേറ്റർക്ക് ഈ ചാനലിൽ നിന്ന് പലതും മനസ്സിലാക്കാനുണ്ട്. ആ ഒരു പോയിന്റ് മനസ്സിലാക്കാനാണ് ഈ ഒരു ചാനൽ ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. അതായത് ഈ ഒരു ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് കൗണ്ട് ഏകദേശം 23,50,000 സബ്സ്ക്രൈബ് കൗണ്ട് ഉണ്ട്. വളരെ വലിയ ഒരു സബ്സ്ക്രൈബ് കൗണ്ട് ഉള്ള ഒരു ചാനലാണ്, നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ചാനലാണ്. എന്നാൽ ഇവരുടെ വീഡിയോസ് നമുക്കൊന്നെടുത്ത് നോക്കാം എത്ര വ്യൂസ് വരുന്നുണ്ട്. 23,50,000 സബ്സ്ക്രൈബർ ഉള്ള ഇവരുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു വീഡിയോക്ക് 12 ലക്ഷം 1.2 മില്യൺ വ്യൂസ് വന്നിട്ടുണ്ട്. എന്നാൽ അതിന് താഴെയുള്ള വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 2,42,000, 7 ലക്ഷം, 1.8 ലാക്ക്, 55,000, അങ്ങനെ ഒരു 1.9 ലാക്ക്, 5.8 ലാക്ക്, 2.3, 60,000, 74,000. ഇപ്പോൾ ഈ രീതിയിലൊക്കെയാണ് വ്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ചാനൽ 23,50,000 സബ്സ്ക്രൈബറുള്ള ഒരു ചാനലിൽ പല വീഡിയോക്കും 55,000, 60,000, 70,000 മാത്രമാണ് വ്യൂസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു പോയിന്റ്, സബ്സ്ക്രൈബ് കൗണ്ട് 23,50,000 ഉണ്ടായിട്ടും പല വീഡിയോക്കും 60,000, 70,000 വ്യൂസ് മാത്രമാണ് വരുന്നത് എന്നുള്ളത്. അത് നിങ്ങളൊരു ആവറേജ് എടുത്ത് നോക്കുമ്പോൾ വളരെ കുറവാണെന്നുള്ളത് മനസ്സിലാക്കാം. അതായത് 23,50,000 സബ്സ്ക്രൈബറുള്ള ചാനലിൽ വെറും 55,000 വ്യൂസ് വരുന്നു എന്ന് പറയുമ്പോൾ
നമ്മുടെ ഒരു 1000 സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലിൽ 100 വ്യൂസ് വരുന്നത് എന്ന് പറയുമ്പോൾ ആവറേജ് വെച്ച് നോക്കുമ്പോൾ 1000 സബ്സ്ക്രൈബർ ഉള്ള ചാനലിൽ 100 വ്യൂസ് വരുന്നതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞതാണ്, ജസ്റ്റ് മനസ്സിലാക്കാൻ. അപ്പോൾ സബ്സ്ക്രൈബ് കൗണ്ട് വളരെ കൂടുതലാണ് എന്ന് കരുതിയിട്ട് നമുക്ക് എല്ലാ വീഡിയോക്കും 20 ലക്ഷം വ്യൂസ് അങ്ങനെ വരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇതിൽ ഇടുന്നവർ പലരും എനിക്ക് തോന്നുന്നു ഇതിൽ അവസാന വീഡിയോ ഒക്കെ വന്നിട്ടുള്ളത് 12 ലക്ഷമാണ്. പക്ഷെ അതിന് മുന്നേ ഉള്ള വീഡിയോ ഒക്കെ വന്നിട്ടുള്ളത് 2 ലക്ഷം 4 ലക്ഷം 42,000 അപ്പോൾ ഈ ഒരു കൊല്ലം സുധി എന്ന ഒരു ആക്ടറെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ 12 ലക്ഷമായി. അപ്പോൾ ഇവിടെ റീച്ച് കുറഞ്ഞപ്പോൾ ഏകദേശം 42,000 അല്ലെങ്കിൽ 2 ലാക്ക് 4 ലാക്ക് ആ ഒരു ലെവലിൽ വീഡിയോസ് വരുമ്പോൾ വീണ്ടും കൊല്ലം സുധിയെക്കുറിച്ച് വീഡിയോ ചെയ്തു. അപ്പോൾ 12 ലാക്ക് വ്യൂസ് ഒക്കെ വന്നു. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഒരു നെഗറ്റീവായിട്ട് പറയുന്നത്. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് 42,000 അല്ലെങ്കിൽ 2 ലാക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് 1 മില്യൺ ഇതിലേക്ക് വ്യൂസ് വരാനുള്ള, ഒരു വീഡിയോക്ക് വ്യൂസ് വരാനുള്ള കാരണം എന്ത് എന്നുള്ളതാണ്. ഇവിടെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അത് കൊല്ലം സുധിയെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നതും ഇതെല്ലാം. പക്ഷെ നമുക്ക് ഇവിടെ ഒരു മോസ്റ്റ് പോപ്പുലർ, ആ ഒരു പോപ്പുലർ എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, 39 ലക്ഷം വ്യൂസ് വന്നിട്ടുള്ളത് ഏറ്റവും വലിയ വീഡിയോ എന്നുള്ളത് കൊല്ലം സുധിയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരു വീഡിയോ എന്നുള്ളത് കൊല്ലം സുധിയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ചാനലിലും ഉണ്ടാകും ഒരു പോപ്പുലർ വീഡിയോ, മോസ്റ്റ് പോപ്പുലർ വീഡിയോ. അത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി, മോസ്റ്റ് പോപ്പുലർ വീഡിയോ ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൽ ഒരുപാട് വീഡിയോസ് എനിക്ക് തോന്നുന്നു കൊല്ലം സുധിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഇപ്പം ലക്ഷ്മി നക്ഷത്രവുമായിട്ട് അടുപ്പമുള്ള ഒരാൾ, അവരുടെ ഫാമിലിയുമായിട്ട് അടുപ്പമുള്ള ഒരാൾ, അപ്പോൾ അവർ കൊല്ലം സുധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ആക്സിഡൻറ്റ് പെട്ടെന്നുള്ള മരണം, അപ്പോൾ അതിനൊക്കെ കുറിച്ച് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത് ഈ ഒരു ചാനലിലാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇതിൽ വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ എന്താ പറയുക ഇമോഷണലി ഈ ഒരു ചാനലിൽ പ്രേക്ഷകരുമായിട്ട് ലക്ഷ്മി നക്ഷത്രം സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കൊല്ലം സുധിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു വീഡിയോക്കും ഇതിൽ നല്ല വ്യൂസ് വരുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ചാനലിലും ഇതുപോലെ ഒരു മോസ്റ്റ് പോപ്പുലർ വീഡിയോ ഉണ്ടായിരിക്കും. അതെന്തിനെ കുറിച്ചാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട ശേഷം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 5 ലക്ഷം 10 ലക്ഷം, ഇനി പോട്ടെ ചെറിയ ചാനലാണെങ്കിൽ 10,000 വ്യൂസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോയിൽ ഞാൻ ഇത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ആ മോസ്റ്റ് പോപ്പുലർ വീഡിയോയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരിക്കുക. നിങ്ങളുടെ ചാനലിൻ്റെ പൊതുവായിട്ടുള്ള ഒരു കൂടുതൽ ആൾക്കൂട്ടം എന്ന് പറയുന്നത് അതിലെ വിഷയം എന്താണോ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും, അത് ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളുടെ ചാനലിൽ കൂടുതലായിട്ടുണ്ടാവുക. അതായത് നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ ഒരു 20 ലക്ഷം വേണ്ട, വലിയ ചാനൽ വിട്ടു നമ്മൾ ചെറിയ ചാനൽ എടുക്കാം, ഒരു 100 സബുള്ള ഒരു ചാനലാണെന്ന് വിചാരിക്കാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് വന്ന ഒരു വീഡിയോ ഉണ്ടായിരിക്കും. ആ ഒരു വീഡിയോയിൽ നിന്നാണ് നിങ്ങൾക്ക് 60 അല്ലെങ്കിൽ 70 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത് എങ്കിൽ ആ വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യൂസ് വരും. കാരണം അതാണ് നിങ്ങളുടെ ചാനലിൻ്റെ ബേസ്, അടിത്തറ എന്നുള്ളത് ആ ഒരു ടൈപ്പ് ഓഫ് സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഇവിടെ ലക്ഷ്മി നക്ഷത്രയുടെ ചാനൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കൊല്ലം സുധിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു സെലിബ്രിറ്റിയാണ്, അവരുടെ ബാക്കി ടൈപ്പ് ഓഫ് കണ്ടന്റുകളുണ്ട്. പക്ഷേ ഒരു നെഗറ്റീവും പോസിറ്റീവും വരുന്നത് ഈ ഒരു വിഷയമായതുകൊണ്ടായിരിക്കും. പക്ഷെ അത് വന്നപ്പോൾ അവിടെ വ്യൂസ് കൂടി എന്നുള്ളതാണ്. നെഗറ്റീവ് പറഞ്ഞിട്ടായാലും പോസിറ്റീവ് പറഞ്ഞിട്ടായാലും ആളുകൾ ആ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും, കമൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, എൻഗേജ്മെൻറ്റ് കൂടുതലുണ്ടായിരിക്കും, വാച്ച് ടൈം കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും, CTR കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു അൽഗോരിതം തന്നെയാണ് നിങ്ങളുടെ ചാനലിലും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ക്രിയേറ്റേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ വ്യൂസ് വരുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വ്യൂസ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ എടുത്ത് ചെക്ക് ചെയ്യുക. ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഉണ്ടായിരിക്കും, അതിൻ്റെ പൊതുവായിട്ടുള്ളൊരു നാച്ചുറൽ നിങ്ങൾ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് കൗണ്ട് ഏറ്റവും കൂടുതൽ കിട്ടിയ വീഡിയോ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ കൂടുതൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക.
തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ വ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനിത് നല്ല വ്യൂസ് വരുന്ന ഒരു ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് അല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് ക്രിയേറ്റേഴ്സ് പറയുന്ന ഒരു പ്രോബ്ലം ആയതുകൊണ്ടാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ വലിയ 25 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ചാനലിലും ഇതേ അവസ്ഥയാണ്. 40,000-40,000 വ്യൂസ് വരുന്ന വീഡിയോസും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവർക്കും അവരുടെ ചാനലിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇമോഷണലി കണക്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക തരം ഓഡിയൻസ് ഉണ്ട്. അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ മില്യൺസ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ അത്രത്തോളം ഇല്ലെങ്കിലും അത് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെറിയ വ്യൂസ് വന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ നിന്നായിരിക്കും സബ്സ്ക്രൈബ് കൗണ്ട് വന്നിട്ടുണ്ടാകുക. അപ്പോൾ അവരെ നമ്മൾ വീണ്ടും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ വീണ്ടും വ്യൂസ് വരുന്നതാണ്. മാത്രമല്ല ഇതിനോട് കൂടി ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, പലരും വ്യൂസ് കുറവാണ് എന്ന് പറഞ്ഞ് പരാതി പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബ് കൗണ്ട് ഉള്ള ചാനലിലും ഇതേ അവസ്ഥ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.